ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറേ അധികം ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ഞാനീ പറയാൻ പോകുന്ന പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലി അല്ലാണ്ട് ഒക്കെ അറിയാം. അപ്പോൾ അവർക്കൊരു സൊല്യൂഷൻ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ തംബ്നൈൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സ്കിൻ കെയറിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. അതെ, എൻ്റെ സ്കിൻ കെയർ ഗെയിം കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കിയിട്ടുള്ള 2 പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടും ഫാർമസി പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടും സൂപ്പർ അഫോർഡബിളും ആണ്. ഒരു ഓൺലൈനിൽ നിന്നും കുറേ പൈസ കൊടുത്തിട്ടൊന്നും മേടിച്ച ഒരു പ്രൊഡക്റ്റും അല്ല ഞാൻ പറയാൻ പോകുന്നത്. സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള നമ്മുടെ അടുത്തുള്ള ഫാർമസിയിൽ വരെ കിട്ടുന്ന നിങ്ങളുടെ സ്കിൻ കെയർ ഗെയിം കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കാൻ വേണ്ടി പോകുന്ന 2 പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ലാഗ് അടിപ്പിക്കാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഇതിനെപ്പറ്റി ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. പക്ഷെ ആ വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ സ്കിൻ ഇത്രയും ക്ലിയർ ആയിരുന്നില്ല. എനിക്ക് അപ്പോഴും പിമ്പിൾസ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴാണ് ഫേസ് കംപ്ലീറ്റ്ലി ക്ലിയർ ആയി എന്ന് പറയാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയത്. അതുകൊണ്ടാണ് ഇതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം പിമ്പിൾസ് കാരണം കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഈ 2 ഓയിൻമെൻറ്റ്സിനെ പറ്റി മാത്രം, അതായത് എൻ്റെ ഫേസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്ത ഈ 2 ഓയിൽമെൻറ്റ്സിനെ പറ്റിയിട്ട് മാത്രം ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എൻ്റെ പിമ്പിൾസിൻ്റെ സ്റ്റോറിയൊക്കെ അതിൽ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് നല്ലോണം ഒരു 2 വർഷമായിട്ട് നല്ലോണം പിമ്പിൾസ് ഉണ്ടായിരുന്നു. ക്ലിയർ സ്കിന്നായിരുന്ന എനിക്ക് പെട്ടെന്ന് പിമ്പിൾസ് വന്നപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പിമ്പിൾസ് വന്ന ആൾക്കാർക്ക് മനസ്സിലാവും. എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലുള്ള ഹോം റെമഡീസ് തൊട്ടിട്ട് പല സാധനങ്ങളും ഓൺലൈനിൽ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന എല്ലാ ടൈപ്പ് സാധനങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിമ്പിൾസ് കൂടാന്നല്ലാതെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി വീട്ടിൽ മുളക് പൊടി മാത്രം ട്രൈ ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അത്രയും ഐറ്റംസ് ഞാൻ മാറി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കാർ പറയും ഇതൊന്നും ഒരു പ്രശ്നമല്ല, പിമ്പിൾസ് അല്ലേ, അത് പോയിക്കോളുന്നു. കുറേ ആൾക്കാർ പറയും കണ്ണി കണ്ടത് വാരി തേച്ച് മുഖത്ത് പാണ്ടായി പോയല്ലോ മോളേന്ന് ചോദിക്കും. ഭയങ്കര സാഡായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പ്രത്യേകിച്ച് എൻഗേജ്മെൻറ്റിൻ്റെ സമയത്തായതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോഴാണല്ലോ നമ്മുടെ മുഖത്ത് ഇങ്ങനെയുള്ള കുന്തങ്ങളൊക്കെ പൊട്ടി മുളച്ച് വരിക. അതങ്ങനെ പോയിക്കോളെന്ന് ഞാൻ കുറേ വിചാരിച്ച് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യം നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫൈനലി തീരുമാനിച്ച് അങ്ങനെ ആദ്യം നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായി. ഡോക്ടർ ഫേസ് വാഷ്, സൺസ്ക്രീൻ ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് എനിക്ക് പുതിയത് തന്നു. അതായത് ഫാർമസി പ്രൊഡക്റ്റ് മാത്രം തന്നു. പിന്നെ 2 ഓയിൽമെൻറ്റ്സും തന്നു. ഈ 2 ഓയിൽമെൻറ്റ്സിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ക്ലിൻറ്റാമൈസിൻ. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ക്ലിൻറ്റാമൈസിൻ അങ്ങനെ എന്തോ ആണ്. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇതായിരുന്നു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട്. അതിൽ 2 ഓയിൽമെൻ്റ് ആണ് എനിക്ക് തന്നത്. ഒന്ന് ക്ലിയർ ജെൽ AP എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒന്ന് ക്ലിയർ ജെല്ല് എന്നും പറഞ്ഞിട്ട്. ഇതിൽ ക്ലിയർ ജെൽ AP എന്ന് പറയുന്നത് നൈറ്റ് നമുക്ക് 1/2 മണിക്കൂർ മാത്രം തേച്ചിട്ട് കഴുകി കളയാനുള്ളതായിരുന്നു. പിന്നെ മറ്റേ ക്ലിയർ ജെല്ല് മാത്രമുള്ളത് നമുക്ക് മോർണിംഗ് തേക്കാനുള്ളതായിരുന്നു. പിന്നെ ടാബ്ലറ്റും അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കഴിച്ചു നോക്കി. ഒരു 3-4 മാസത്തോളം ഞാൻ കഴിച്ചു നോക്കി. പക്ഷെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പിമ്പിൾസ് പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറയും വരും. അതായത് നമുക്ക് അങ്ങോട്ട് മാറിയെന്ന് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ചെറുതായിട്ടൊക്കെ. കംപ്ലീറ്റ്ലി അങ്ങോട്ട് പോകുന്നില്ല, ഇന്നെ വിട്ടു പോകുന്നില്ല. ഞാനിവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടും. അങ്ങനെ ഞാൻ വിചാരിച്ചു ഡോക്ടറിനെ ഒന്ന് മാറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെരിന്തൽമണ്ണ പോയിട്ട്, ഞാൻ എപ്പോഴും കാണിക്കുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട് അവിടെ. അങ്ങനെ മുപ്പത്തിനെ പോയി കാണിച്ചു. പോയി കാണിച്ച സമയത്ത് അവർ പറഞ്ഞു ഈ ഓൾറെഡി ഉള്ള ഓയിൽമെൻറ്റ്സ് ഒക്കെ നല്ലത് തന്നെയാണ്, ഫേസ് വാഷും സൺസ്ക്രീനും ഒക്കെ നല്ലതാണ്, എന്നാലും ഞാൻ 2 ഓയിൽമെൻറ്റ്സ് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് 2 ഓയിൽമെൻറ്റ്സ് മാറ്റി തന്നിട്ടുണ്ടായി. അങ്ങനെ ഈ ക്ലിൻറ്റാമൈസിൻ്റെ തന്നെ ക്ലിയർ ജെല്ലിൻ്റെ തന്നെ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷൻ ഒരു ഓയിൽമെൻറ്റും തന്നു. പിന്നെ മോർണിംഗ് ഉപയോഗിക്കുന്ന ഓയിൽമെൻറ്റ് മാറ്റിയിട്ട് വേറൊരു ഓയിൽമെൻറ്റ് ഫേസ് ക്ലിന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. ആ ഒരു ഓയിൽമെൻറ്റ് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ആ 2 ഓയിൽമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഒന്നാമത് യൂസ് ചെയ്യുന്ന, അതായത് മോർണിംഗ് യൂസ് ചെയ്യേണ്ട ഓയിൽമെൻറ്റ് വന്നിട്ട് ഫേസ് ക്ലീൻ എന്നാണ് ഇതിന് പറയാം. ഫേസ് ക്ലീൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓയിൽമെൻ്റ് ആണ് നമ്മളോട് മോർണിംഗ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് സ്കിന്നിൽ ഒരു ഇൻഫെക്ഷൻ വന്ന സമയത്ത്, അണ്ടർആംസിൽ ഒരു ഇൻഫെക്ഷൻ വന്ന സമയത്ത് സെയിം ഓയിൽമെൻ്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. എവിടെയും പോയിട്ട് മാറൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻഫെക്ഷൻ മാറ്റി തന്ന ഓയിൽമെൻ്റ് ആണത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ ഭയങ്കര വിശ്വാസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോർണിംഗ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം തേക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്, ഒരു 1/2 മണിക്കൂർ അതിനെ റെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ട് അതിന്
അതിൻ്റെ മേലൊരു സൺസ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മോയ്സ്ചറൈസർ, അല്ലാന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മാത്രം തേച്ചിട്ട് അതിനെ അങ്ങനെ വിടുക എന്നായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇത് ട്രൈ ചെയ്ത്. പിന്നെ രണ്ടാമത് നമ്മൾ നൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ട ഓയിൽമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓയിൽമെൻ്റ് ആയിരുന്നു കേട്ടോ. ഇത് ക്ലിയർ ജെല്ലിൻ്റെ തന്നെ വേറൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആയിരുന്നു. ഇതാണ് ഒന്നും കൂടെ നല്ലത് എന്നാണ് പറഞ്ഞത്. ഇത് അഡാലൈൻ നാനോ ജെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽമെൻ്റ് ആയിരുന്നു. ഇത് നമ്മൾ നൈറ്റിൽ 4 മണിക്കൂർ തേച്ചിട്ട് നമ്മൾ കഴുകി കളയണം. മോർണിംഗ് തേക്കാൻ പാടില്ല. നൈറ്റിൽ നമ്മളിപ്പോൾ ഒരു 6 മണി തൊട്ട് 10 മണി വരെ, അല്ലെങ്കിൽ 7 മണി തൊട്ട് 11 മണി വരെ അങ്ങനെ തേച്ചിട്ട് നമ്മൾ കഴുകി കളയേണ്ട ഒരു ഐറ്റമാണ് ഇതെന്ന് പറയുന്നത്. അങ്ങനെ ഇതും ഞാനൊരു 2-3 മാസത്തോളം ഞാൻ ട്രൈ ചെയ്തു. എന്നിട്ടും പിമ്പിൾസ്, ഈ പീരിയഡ്സിൻ്റെ ഡിലേ വരുന്ന പ്രശ്നം കൊണ്ട് പിമ്പിൾസ് ഇങ്ങനെ കുട്ടി വലുതൊക്കെ പോയിട്ടോ, വലുതൊക്കെ ഒരു സൈഡിലേക്ക് മാറുന്നു. പിന്നെ വരാൻ തുടങ്ങിയത് കുട്ടി പിമ്പിൾസ് ആയിരുന്നു. അതൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള പിമ്പിൾസ് ആയിരുന്നു കേട്ടോ. ഒരുമാതിരി വലുതും അല്ല ചെറുതും അല്ല, അതിൻ്റെ ഇടയിൽപ്പെട്ട ഒരു സാധനം, അതും വന്നും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ക്ഷമ കൈവിട്ടില്ല. ഞാൻ ക്ഷമ ഉപയോഗിച്ച് തന്നെ കുറേ കാലം ഇത് ട്രൈ ചെയ്തു. ഒരു 3-4 മാസം ഇപ്പം ഞാൻ അത് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് പതുക്കെ എൻ്റെ സ്കിന്ന് ബെറ്ററായി വന്ന് ഇപ്പം എൻ്റെ സ്കിന്ന് ക്ലിയർ സ്കിന്നാണ്. പിമ്പിൾസ് ഒന്നുമില്ല. ദൈവം സഹായിച്ച് ഇനി വരാതിരിക്കട്ടെ, പിമ്പിൾസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുക. ടൈം എടുക്കും, കാരണം സ്കിൻ കെയർ ആണ്, സ്കിന്നാണ്. എന്തെങ്കിലും വന്നാൽ ടൈം എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പെട്ടെന്നൊന്നും മാറൂല. പിന്നെ നിങ്ങൾ ഒരു ഡോക്ടറിനെ കാണിച്ച് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ സങ്കടപ്പെടാതിരിക്കുക. ഒരു ഡോക്ടറിനെ മാത്രം കാണിച്ചിട്ട് നിങ്ങൾ പിന്നെ അത് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും അത് ഉപയോഗിക്കേണ്ട. ഒരു 4-5 മാസത്തോളം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി കാണിച്ചു നോക്കുക. ബെറ്റർ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ മാറ്റി കാണിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് ഈ ഒരു 2 ഓയിൽമെൻറ്റിനെ പറ്റിയിട്ടാണ്. ഈ ഫേസ് ക്ലീനും അതേപോലെ തന്നെ അഡാപ്ലൈൻ നാനോ ജെല്ലും, ഈ ഒരു 2 ജെല്ലിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സ്കിന്ന് 101% ക്ലിയർ ആക്കി തന്നത് ഈ 2 ഓയിൽമെൻ്റ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് സൂപ്പർ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഓയിൽമെൻ്റ് ആണ്. ഇതിന് 200ഉം ഇതിന് 300 അങ്ങനെ എന്തോ റൈറ്റേ വരുന്നുള്ളൂ. പിന്നെ നിങ്ങളിപ്പോൾ ഇനി ഫേസ് വാഷിലും മോയ്സ്ചറൈസറിലും ഒക്കെ കോംപ്രമൈസ് ചെയ്താലും ഇത് കാരണം തന്നെ സ്കിന്ന് ബെറ്റർ ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറിനെ കാണിച്ചിട്ട് മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് വാങ്ങി യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് എൻ്റേത് ഡ്രൈ സ്കിന്നാണ് എന്നാണ്. പക്ഷെ എൻ്റേത് ഡ്രൈ അല്ല, ഡ്രൈ സെൻസിറ്റീവ് അങ്ങനെ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിൽ വരുന്ന ഒരു സ്കിന്നാണ്. അതുകൊണ്ടാണ് പിമ്പിൾസ് വരുന്നത്. അപ്പോൾ എന്തായാലും ഡോക്ടറിനെ കാണിച്ചിട്ട് മാത്രം ഈ ഒരു സംഭവം വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം എനിക്ക് സ്യൂട്ട് ആവുന്നത് നിങ്ങൾക്ക് സ്യൂട്ട് ആവണമെന്നില്ല. പക്ഷെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാനുള്ള കാരണം അത്രയും എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ്. ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഇത്രയും യൂസ്ഫുൾ ആയി എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റാണ് ഇത് രണ്ടും. അപ്പോൾ ഫേസിൽ പിമ്പിൾസ് ഉള്ള ആൾക്കാർ ഒന്നും വിഷമിക്കേണ്ട, ഒക്കെ റെഡി ആയിക്കോളും പെട്ടെന്ന് തന്നെ. നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി പെട്ടെന്ന് കൺസൾട്ട് ചെയ്യുക. നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയാസിൽ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ടിട്ട് അതും ഇതും വാങ്ങി ഇങ്ങനെ പ്രൊഡക്റ്റ് മാറി സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഒന്ന് ഷെയർ ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ബൈ.